ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 സോളിഡ് സ്റ്റേറ്റിലെ പ്രോബ്ലം സോൾവിങ് സെഷനാണ് ചെയ്യുന്നത്. സം പാസ് പേപ്പർ ക്വസ്റ്റ്യൻസും എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ അതും കൂടെ നന്നായി നോക്കണം, എങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 1-2 ഫോർമുലാസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഒന്ന് ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ NaA³. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഡെൻസിറ്റി Z എന്ന് വെച്ചാൽ Z ഇസ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അത് സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ 1, ബോഡി സെൻറ്റേർഡ് ക്യൂബ് ആണെങ്കിൽ 2 ആൻഡ് ഫേസ് സെൻറ്റേർഡ് ക്യൂബ് ആണെങ്കിൽ 4 ആണ്. അത് ഓർമ്മ വേണം. അതുപോലെ തന്നെ A ഇസ് ദ എഡ്ജ് ലെങ്ത്. A എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് ലെങ്ത് ആണെങ്കിൽ സെൽ എഡ്ജ് എന്നും അതിനെ പറയും. Na അവോഗാഡ്രോ നമ്പർ, M മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. ഇവിടെ A എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്. ചില സമയം നമുക്ക് എഡ്ജ് ലെങ്ത് A എന്ന് പറഞ്ഞ് തരില്ല. പകരം അവർ നമുക്ക് റേഡിയസിൻ്റെ ടേമിലാണ് തരുന്നത്. അല്ലെങ്കിൽ റേഡിയസ് തന്നിട്ട് എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കാനും ചോദിക്കാം. അപ്പോൾ റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള ഫോർമുലയാണ്, റിലേഷനാണിത്. റേഡിയസ് ഇസ് ഈക്വൽ ടു A/2. ഏതിൽ? സിമ്പിൾ ക്യൂബ്. അപ്പോൾ ഈ ഫോർമുല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫോർ സിമ്പിൾ ക്യൂബ് റേഡിയസ് ഇസ് ഈക്വൽ ടു A/2. A ഇസ് ദ സെൽ എഡ്ജ്. അപ്പോൾ A ചോദിക്കുന്നു, റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ A ഇസ് ഈക്വൽ ടു 2 × R. അപ്പോൾ ഒരു ഫോർമുല പഠിക്കുക, അതിൽ നിന്ന് മറ്റത് നമ്മൾ ഉപയോഗിക്കുക. ഇനി ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു √3A/4 ആൻഡ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു √2A/4. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം, 2√2 എന്നാക്കാം താഴെ. ഓക്കെ, A/2√2. A ഡിവൈഡഡ് ബൈ √2 താഴെ 2 × 2 ആക്കാം. അപ്പോൾ √2 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2. അപ്പോൾ √2 × √2നെയാണ് നമ്മൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു √2 ബാക്കി കിടക്കും, ഒരെണ്ണം നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചിലയിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് A ഇസ് ഈക്വൽ ടു 2√2 R എന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? A/2√2. R ഇസ് ഈക്വൽ ടു A/2√2. ഫോർമുലാസ് എഴുതി വയ്ക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലൈഡ്സിൽ അതുണ്ട്. R ഇസ് ഈക്വൽ ടു A/2√2 എന്ന് എഴുതാം, അല്ലെങ്കിൽ √2A/4. എളുപ്പത്തിന് വേണ്ടിയാണ് √3A/4, √2A/4 ഇങ്ങനെയൊന്ന് പഠിക്കാനായിട്ടാണ് ഈ രീതിയിൽ ഫോർമുല തന്നത്. ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ല്, അതായത് Z-ൻ്റെ വാല്യൂ സിമ്പിൾ ക്യൂബ് 1, ബോഡി സെൻറ്റേർഡ് 2, ഫേസ് സെൻറ്റേർഡ് 4. അതുപോലെ പാക്കിംഗ് ഡെൻസിറ്റി അഥവാ പാക്കിംഗ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. 52%, 68% ആൻഡ് 74% ആണ്. ഫോർമുല പഠിക്കണമെന്നില്ല. നെയ്ബേഴ്സിൻ്റെ എണ്ണം അഥവാ കോർഡിനേഷൻ നമ്പർ തന്നിട്ടുണ്ട്. സിമ്പിൾ ക്യൂബ് 6, ബോഡി സെൻറ്റേർഡ് 8 ആൻഡ് ഫേസ് സെൻറ്റേർഡ് 12. അപ്പോൾ ഇത് കുറച്ച് സിംപ്ലിഫിക്കേഷന് വേണ്ടിയാണ് ഫോർമുല മോഡലിൽ തന്നിരിക്കുന്ന, ബോക്സ് മോഡലിൽ തന്നിരിക്കുന്ന. സോ കോപ്പി ചെയ്ത് വെക്കും. ഇനി റേഡിയസ് റേഷ്യോ വെച്ചിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റേഡിയസ് റേഷ്യോ ലെസ് ദാൻ 0.155 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 2 ആണ്. സ്ട്രക്ചർ ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ വോയിഡ് ലീനിയർ ആയിരിക്കും. 0.155നും 0.225നും ഇടയ്ക്കാണ് റേഡിയസ് റേഷ്യോ തന്നിരിക്കുന്നതെങ്കിൽ കോർഡിനേഷൻ നമ്പർ 3 ട്രയാങ്കുലർ പ്ലെനാർ ആയിരിക്കും സ്ട്രക്ചർ. 0.225നും 0.414നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റേഡിയസ് റേഷ്യോ എങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും, ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതുപോലെ 0.414നും 0.732നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് റേഡിയസ് റേഷ്യോ തരുന്നതെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും, ഒക്ടാഹീഡ്രൽ ജോമെട്രി ആയിരിക്കും. അതുപോലെ തന്നെ 0.732നും 1നും ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ ക്യൂബിക് ആയിരിക്കും. എക്സാക്ട്ലി 1 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 12ഉം അതിൻ്റെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ CCPയും ആയിരിക്കും, ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് റേഷ്യോ എന്താണ്? റേഡിയസ് ഓഫ് കാറ്റയോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ആനയോൺ. കാറ്റയോൺ ആനയോൺ റേഡിയസിനെയാണ് എന്ത് വിളിക്കുക? റേഡിയസ് റേഷ്യോ എന്ന് വിളിക്കുക. റേഡിയസ് ഓഫ് ദി കാറ്റയോൺ ടു ദ റേഡിയസ് ഓഫ് ആനയോൺ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുകയാണ്. ഇത് ഓരോ ക്വസ്റ്റ്യനും നോക്കുക, എന്നിട്ടത് എഴുതിയെടുത്ത് ആൻസർ ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം.
Calculate the density of NaCl if edge length of NaCl unit cell is 564 picometer. Molecular mass of NaCl is 58.5 gram per mole. So question ഒന്നുകൂടെ വായിക്കാം. Calculate the density of NaCl, sodium chloride, if edge length of NaCl unit cell is 564 picometer. Molar mass of NaCl is given 58.5 gram per mole. So density കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയേ ഉള്ളൂ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ NA ക്യൂബ്. N എന്നും തരും, NA A ക്യൂബ് എന്നും തരും. കൺഫ്യൂഷൻ വേണ്ട, NA ഈസ് അവോഗാഡ്രോ നമ്പറാണ്. ഇത് തന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ. A എഡ്ജ് ലെങ്ത് നേരിട്ട് തന്നിട്ടുണ്ട് 564 പൈക്കോമീറ്റർ. പൈക്കോമീറ്ററിനെ നമ്മൾ മീറ്ററിലാകാൻ 10⁻⁻10 കൊണ്ട് അതിനെ ടൈംസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് സെൻറ്റിമീറ്ററിലാക്കാം. സോ നമുക്ക് സെൻറ്റിമീറ്ററിൽ മതി, സെൻറ്റിമീറ്ററിൽ. ആൻഡ് മോളാർ മാസ് ഇസ് 58.5 gram per മോൾ. ഇവിടെ ഗ്രാമിൽ തന്നതുകൊണ്ടാണ് ഞാനിവിടെ സെൻറ്റിമീറ്ററിൽ ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മ വേണം. നമുക്ക് CGS സിസ്റ്റം മതി, ഇതിൽ കിലോ സെൻറ്റിമീറ്റർ ഗ്രാംസ് സിസ്റ്റം മതി, സെക്കൻഡ് സിസ്റ്റം മതി. അപ്പോൾ Z ഈസ് ഈക്വൽ ടു 4 ആണ്. കാരണം എന്താണിത് FCC ആയതുകൊണ്ടാണ് Z ഈസ് ഈക്വൽ ടു 4. അപ്പോൾ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് എഴുതുക. A സമം 564 പൈക്കോമീറ്റർ. അതിനെ ഞാൻ 564 × 10⁻⁻10, 10⁻⁻10 ആണ്. 10⁻⁻10 സെൻറ്റിമീറ്റേഴ്സ്. മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തേനെ, 10⁻⁻12 എന്ന് എഴുതിയേനെ. M 58.5 gram per mole, Z 4 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എപ്പോഴും പ്രോബ്ലംസിൽ മസ്റ്റായിട്ട് ഫോർമുല എഴുതണം. Z ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ NA A ക്യൂബ്. ഓക്കെ, ഇനി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. Z-ൻ്റെ വാല്യൂ 4, M-ൻ്റെ വാല്യൂ 58.5 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ എത്രയാണ്, 6.02 × 10⁻23 ഇൻറ്റു 564 × 10⁻⁻10 ദ ഹോൾ ക്യൂബ്. കാരണം നമുക്കിവിടെ എന്താ എടുക്കേണ്ടത്, A ക്യൂബ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ക്യൂബ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 2.177 gram per centimeter ക്യൂബ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ലെഡ് സൾഫൈഡ് ക്രിസ്റ്റൽ. ലെഡ് സൾഫൈഡ് ക്രിസ്റ്റൽ FCC ആണ്. ലെഡ് സൾഫൈഡ് എന്ത് സ്ട്രക്ചറാണ്, FCC സ്ട്രക്ചറാണ്. ഇഫ് ദ എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ ഈസ് 500 പൈക്കോമീറ്റർ. മിക്കവാറും ഇതിൽ പൈക്കോമീറ്ററിലോ അല്ലെങ്കിൽ ആംസ്ട്രോങ്ങിലോ ആണ് തരാറ്. NA തന്നിട്ടുണ്ട്. അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23 ആണ്. 10⁻23 ആണ്. അറ്റോമിക് മാസ് ഓഫ് ലെഡ് 207.2, സൾഫർ 32. അല്ലാതെ അതിൻ്റെ മോളിക്കുലർ മാസ്സായിട്ട് തന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫോർമുല ആദ്യം തന്നെ എഴുതുക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഇൻറ്റു ഡിവൈഡഡ് ബൈ NA A ക്യൂബ്. A എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് 500 പൈക്കോമീറ്റർ. പൈക്കോമീറ്ററിനെ നമ്മൾ എന്തിലാക്കണം, സെൻറ്റിമീറ്ററിലാക്കണം. സോ 10⁻⁻10 സെൻറ്റിമീറ്റർ ആക്കി. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തു. 2 0 ഇവിടെ ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് 10⁻⁻8 സെൻറ്റിമീറ്റർ എന്നാക്കി. 10⁻⁻8 സെൻറ്റിമീറ്റർ എന്നാക്കി. മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസുകൾ എഴുതി കൂട്ടുക. കാരണം ഫോർമുല എവിടെയുണ്ട്, PBS, ഒരു ലെഡും ഒരു സൾഫറും. സോ നമ്മളത് ആഡ് ചെയ്യുന്നു. സോ 239.2 gram per mole എന്ന് കിട്ടി. Z is equal to 4, കാരണം എന്താണ്, FCC ആയതുകൊണ്ട്. നൗ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. 4 D is equal to 4 Z, 4 into 239.2 divided by 6.02 into 10⁻23 into 5 into 10⁻⁻8 the whole cube. എത്രയെന്ന് കിട്ടും, 12.71 gram per centimeter cube. മസ്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തിടണം, ആൻസർ ചെയ്യുമ്പോൾ ഫോർമുല എഴുതണം. പിന്നെ തന്നിരിക്കുന്ന കാര്യങ്ങളും കൺവേർഷൻസ് ഉണ്ടെങ്കിൽ എഴുതുക. Z-ൻ്റെ വാല്യൂ എപ്പോഴും എഴുതുന്നതിന് മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ റോങ് ആയിരുന്നാലും ഫുൾ മാർക്കാണ് സാധാരണ കിട്ടാറ്. ക്ലിയർ ആണോ? നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. An element crystallizes as FCC. An element crystallizes as FCC with a density തന്നിട്ടുണ്ട് 2.8. Density is given 2.8 gram per centimeter cube. Its unit cell having edge length 4 into 10⁻⁻8 centimeter.
കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി എലമെൻറ്റ്. ഇപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡെൻസിറ്റി തന്നിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2.8 gram per centimeter cube. A value that is 4 into 10 raised to minus 8 centimeter. Z 4 കാരണം FCC and Na is given. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളും ഉണ്ട്. ഫോർമുല ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Zm divided by Na A cube. I got D here, Z here, M here and M തന്നിട്ടില്ല, സോറി, Na here and A here. റൈറ്റ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? എം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട ആരാണ്? എം കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ ഫോർമുലയിനെ റീഅറേഞ്ച് ചെയ്യുക. സോ എം ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു എൻ എ, ഇവിടെ താഴെ ഉള്ള ടേം എൻ എ ഇൻറ്റു എ ക്യൂബ് ഡിവൈഡഡ് ബൈ സെഡ്. എം മാത്രം അവിടെ ലീവ് ചെയ്തു. എം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ടേം കൊണ്ട് ഡീനെ ടൈംസ് ചെയ്യുന്നു, സെഡ് കൊണ്ട് നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൻസിറ്റി 2.8 ആണ്. ഇവിടെ യൂണിറ്റ് കൺവേർഷൻ വലുതായിട്ടില്ല, കാരണം ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. മോളാർ മാസ് എപ്പോഴും നമുക്ക് ഗ്രാം പെർ മോൾ റൈസ് -1 ആണ് ഇതിവിടെ, മറ്റത് ഗ്രാം പെർ മോളാണ് സാധാരണ. സോ 2.8 into 6.02 into 10 raised to 23 into 4 into 10 raised to -8 the whole cube, a cube into 4. അപ്പോൾ ആൻസർ 26.97 gram. അപ്പോൾ ഇവിടെ ഫോർമുല റീഅറേഞ്ച് ചെയ്യുന്ന കാര്യം മറക്കണ്ട, കാരണം ഇവിടെ മോളാർ മാസാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സാധാരണ എല്ലാ വർഷവും ഓരോ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements P and Q. 2 എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? പിയും ക്യൂവും ചേർന്നാണ് ഉണ്ടായത്. ആറ്റംസ് ഓഫ് ക്യൂവിനെ നമുക്ക് ആനയോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Atoms of Q make HCP lattice. ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്ട് ലാറ്റിസ് ആണ് ഉണ്ടാക്കിയത്. ആൻഡ് ദോസ് ഓഫ് ദ എലമെൻറ്റ് പിയെ നമുക്ക് കാറ്റയോൺ എന്ന് വിചാരിക്കാം. ദാറ്റ് ഒക്കുപ്പൈ ദ ടെട്രാഹീഡ്രൽ വോയിഡ്സ്. വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്? അപ്പോൾ മെയിനായിട്ട് വായിക്കേണ്ടത് എന്തൊക്കെയാണ്? കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements P and Q. P is the cation and Q is the anion. പി എവിടെയാണ് ഇരിക്കുന്നത്? ഒക്കുപ്പൈ ദ ടെട്രാഹീഡ്രൽ വോയിഡ്. ക്യൂ ആണ് HCP ഉണ്ടാക്കിയത്. ഇപ്പോൾ HCPയിൽ നമുക്ക് FCC ആവാം, ഏതെങ്കിലും ആയിക്കോട്ടെ. കൺസിഡർ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ലെറ്റ് നമ്പർ ഓഫ് ക്യൂ ആറ്റംസ് എന്താണ്? എക്സ് എന്ന് വിചാരിച്ചോളൂ. ക്യൂ ആറ്റംസിന് എക്സ് എന്ന് കൊടുക്കുക. എങ്കിൽ എത്ര ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും? 2 times x അല്ലേ? അപ്പോൾ എത്ര ടെട്രാഹീഡ്രൽ ഉണ്ടാക്കും? 2 times നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഒക്ടാഹീഡ്രൽ വോയിഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സും ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എല്ലാ ടെട്രാഹീഡ്രൽ വോയിഡ്സിലും പി ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡ്സ് എത്രയാണ്? 2 times x. സിൻസ് ഓൾ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആർ ഒക്കുപ്പൈഡ് ബൈ പി ആറ്റംസ്, പി ഇവിടെ ആരാണ്? കാറ്റയോൺസ് ആണ്. നമ്പർ ഓഫ് പി ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 into നമ്പർ ഓഫ് ക്യൂ ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ 2x ആണ് പി എങ്കിൽ എത്രയാണ്? ക്യൂ എക്സ് ആയിരിക്കും ക്യൂ. ദാറ്റ് ഈസ് 2:1. P/Qവിനെ നമ്മൾ എന്ത് എഴുതാം? 2:1 അല്ലെങ്കിൽ P2Q1 or P2Q ഇസ് ദ ഫോർമുല. ക്ലിയർ ആണോ? അപ്പോൾ P 2 എണ്ണം ഉള്ളപ്പോൾ Q 1 എണ്ണം. ഇപ്പോൾ നമ്പർ ഓഫ് ക്യൂ 4 വല്ലതും തന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എക്സിന് പകരം 4 ഇട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റിൽ വി വിൽ ഗെറ്റ് 2:1 റേഷ്യോ. ക്ലിയർ ആണോ? അപ്പോൾ നമ്പർ ഓഫ് ക്യൂ ആറ്റംസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ആറ്റം ഉണ്ടോ അതിൻ്റെ 2 times ആണ് ടെട്രാഹീഡ്രൽ വോയിഡ്സ്. ദാറ്റ് ഇസ് 2x. ഓൾ ടെട്രാഹീഡ്രൽ വോയിഡ്സിൽ പി ഉണ്ട്. സോ പി ഈസ് 2 ആൻഡ് ക്യൂ ഈസ് 1. സോ ദ ഫോർമുല ഈസ് P2Q. Next question, an element crystallizes in FCC manner. What is the length of a side of the unit cell if atomic radius of the element is 0.144 nanometer? എന്താ ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് ഓഫ് എ സൈഡ് അഥവാ എഡ്ജ് ലെങ്ത്. ലെങ്ത് ഓഫ് എ സൈഡ് ഓർ എ സെൽ എഡ്ജ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഇസ് ഗിവൺ. സോ റേഡിയസും സെൽ എഡ്ജും തമ്മിലുള്ള ഫോർമുല 3 തരം ക്രിസ്റ്റൽ യൂണിറ്റ് സെല്ലിനും 3 ടൈപ്പാണ്. അപ്പോൾ FCCയുടെ എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കൂ. ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, ഇതാണ് റിലേഷൻ. R is equal to
√2a/4 അല്ലെങ്കിൽ a/2√2. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4n FCC, atomic radius is related to edge length by the equation a is equal to 2√2r. Okay, so radius is 0.144 nanometer. a is equal to 2√2 into 0.144. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.407 നാനോമീറ്റർ. ഇത് സാധാരണയായിട്ടൊരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടോ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനത് തന്നിട്ടുള്ളതേ ഉള്ളൂ. ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി സാധാരണയായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, explain with the schematic alignment of magnetic moments of ferromagnetic, antiferromagnetic and ferrimagnetic substances. Okay, അപ്പോൾ explain with the schematic alignment of magnetic moments for ferromagnetic, antiferromagnetic and ferrimagnetic substances. ആൻസർ നോക്കിയേ. ആൻറ്റി ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾസ് ഈക്വലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 4 എണ്ണം അപ്പ് ആണെങ്കിൽ 4 എണ്ണം ഡൗൺ. സോ മാഗ്നറ്റിക് മൊമെൻ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫെറി മാഗ്നറ്റിക്കൽ എന്താണ്? അൺഈക്വലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈക്വൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇവിടെ അൺഈക്വൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫെറോ മാഗ്നറ്റിക്കിൽ എല്ലാം ഒരേ ഡയറക്ഷനിൽ. ഓക്കെ, ഇവിടെ ഫെറി മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിസം ഇസ് ലെസ്, ഹിയർ മാക്സിമം മാഗ്നറ്റിസം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻസ് എഴുതണം. ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുന്നത്. ആൻറ്റി ഫെറോമാഗ്നറ്റിക്, ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് ferromagnetic but show zero magnetic moment. Expected to be like a ferromagnetic material but show zero magnetic moment. The magnetic moments are oppositely arranged and hence cancel each other. So the total magnetic moment is 0. Ferromagnetic substances are very strongly attracted by a magnet, external magnet, and can be permanently magnetized. Here the magnetic moments are aligned in one direction and have permanent magnetic moment. Example, iron. At the ferrimagnetic in the definition, ferrimagnetic substances also have a net magnetic moment. Here the magnetic moments are aligned in opposite direction but unequal number. Hence magnetic moment is less. അതും കൂടെ ആഡ് ചെയ്യണം. Hence magnetic moment is less. Example, Fe3O4. Fe3O4 ആണ് ഇതിനുള്ളൊരു എക്സാമ്പിൾ. Okay, antiferro equal in opposite direction, ferri unequal in opposite direction, ferro all in one direction. Antiferro zero magnetic moment, ferri less than expected, ferro maximum magnetic moment. പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അനൈസോട്രോപ്പി? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക്. വാട്ട് ഈസ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പിയാണ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് വെൻ മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഓഫ് എ സോളിഡ്. അപ്പോൾ ചിലപ്പോൾ ഈ എക്സ്പ്ലനേഷൻ തന്നിട്ട് ചോദിക്കും, ഇത്തരം ക്രിസ്റ്റൽസിനെ എന്ത് വിളിക്കും? അനൈസോട്രോപ്പിക് എന്നാണോ ഐസോട്രോപ്പിക് എന്നാണോ? സോ അനൈസോട്രോപ്പി. അനൈസോട്രോപ്പി മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് വെൻ മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഓഫ് ദി സോളിഡ്. ഞാൻ ആ കല്ലിൻ്റെ എക്സാമ്പിൾ കാണിച്ചത്, അതിൽ പല ഭാഗത്തും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ മറ്റോ ഒക്കെ എടുത്താൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് അനൈസോട്രോപ്പിക്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ ക്രിസ്റ്റൽസ് ഹാവ് എൻ FCC യൂണിറ്റ് സെൽ. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണ്. ഞാൻ ക്വസ്റ്റ്യനായിട്ട് എഴുതിയതല്ല, ജസ്റ്റ് ഒന്ന് എഴുതി നിങ്ങളതിലൊരു ക്വസ്റ്റ്യനായിട്ട് ലീഡ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ചിലപ്പോൾ BCC തരാം, ചിലപ്പോൾ സിമ്പിൾ ക്യൂബ് തരാം, ചിലപ്പോൾ FCC തരാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കോപ്പറാണ്, അത് FCC യൂണിറ്റ് സെല്ലാണ്. അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ എന്താണ്? ഒരു ക്യൂബ് വരച്ചാൽ നിങ്ങൾക്ക് ക്യൂബ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്താൽ എവിടെയൊക്കെയുണ്ട്? കോർണേഴ്സിലും അതിനോടൊപ്പം ഫേസിൻ്റെ സെൻറ്ററിലും ആറ്റംസ് ഉണ്ടാവണം. എവിടെയൊക്കെ ഉണ്ടാവണം? കോർണേഴ്സിലെല്ലാം ഉണ്ടാവണം. കോർണറിൽ
8 കോർണേഴ്സിലും ഫേസിൻ്റെ സെൻറ്ററിലും 8 കോർണേഴ്സ് ഫേസിൻ്റെ സെൻറ്റർ എല്ലായിടത്തും എന്തുണ്ടാവണം? ക്രിസ്റ്റൽസ് ഉണ്ടാവണം. കോർണേഴ്സിലും എവിടെയും ഉണ്ടാവണം, ഫേസിൻ്റെ സെൻറ്ററിലും. സെൻറ്റർ ഓഫ് ഫേസ് ഇവിടെ ബാക്കിലെ ഫേസ് ഒന്ന്, ഫ്രണ്ടിലെ ഫേസ് ഒന്ന്, ഈ ഫേസിൻ്റെ സെൻറ്റർ, ഈ ഫേസിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ 6 ഫേസിലുള്ള ആൾക്കാർ ഹാഫ് വെച്ചാണ് 2 പേർക്കാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അതിന് ഹാഫ്, ഇപ്പുറത്തൊരു ക്യൂബ് ഇതിന് ഹാഫ്. അപ്പോൾ 2 പേർക്കും ഹാഫാണ്. സോ 6 ഫേസസ് ഉണ്ട്. 6 × ഹാഫ് പ്ലസ് ഓരോ കോർണർ ആറ്റംസും എത്രയാണ്? 8 പേരുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സോ 8 കോർണേഴ്സ് ഉണ്ട്. ഒരാൾ 1/8 കോൺട്രിബ്യൂഷൻസ്. ഓൾ ടുഗെദർ കോർണേഴ്സ് നിന്ന് 1ഉം ഫേസ് സെൻറ്റേഴ്സ് എന്നെല്ലാം കൂടെ 3ഉം. സോ ഓൾ ടുഗെദർ 4 ആറ്റംസ്. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ആണ്? 4 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. ഓക്കെ, ഇപ്പോൾ ബോഡി സെൻറ്റർ ചോദിച്ചിരുന്നെങ്കിൽ കോർണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് 1 ഇൻ ദ ബോഡി സെൻറ്റർ. അത്രേ ഉള്ളൂ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. എക്സ്പ്ലെയിൻ പാരാമാഗ്നറ്റിസം. എന്താണ് പാരാമാഗ്നറ്റിസം? പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സബ്സ്റ്റൻസസ് വിച്ച് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. വീക്കായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അട്രാക്റ്റഡ് ആവുന്നതാണ്. അതുപോലെ മാഗ്നറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈസ് ഗോൺ. These are temporary magnets because they act like a magnet only in presence of an external magnetic field. This is due to presence of one or more unpaired electrons. അപ്പോൾ 2 കാര്യം പ്രധാനമായിട്ടുണ്ടാവണം. വീക്ക്ലി അട്രാക്റ്റഡ് ഡ്യൂ ടു 1 or more unpaired electrons. അതിനോടൊപ്പം ടെമ്പററി മാഗ്നറ്റ്സ് എഴുതിയാൽ അത് കുറച്ചും കൂടെ നല്ലതായി, കുറച്ചും കൂടെ അത് മാർക്ക് കിട്ടും. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാം ഫെറോ, ഫെറി, ആൻറ്റി ഫെറോ, പാരാമാഗ്നറ്റിസം, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ചോദിക്കാം. അടുത്തതായിട്ട് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ക്ലാസിഫൈ ദ ഫോളോവിങ് സോളിഡ്സ്: സിലിക്കൺ ഡയോക്സൈഡ് ആൻഡ് ഐസ്. ആൻഡ് അടുത്ത എന്നോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു, സിങ്ക് ഓക്സൈഡ് ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്, വൈ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്ലാസിഫൈ ചെയ്യാൻ സിലിക്കൺ ഡയോക്സൈഡും ഐസും. സിലിക്കൺ ഡയോക്സൈഡ് എങ്ങനെയുള്ള ഒരു സോളിഡാണ്, ഐസ് എങ്ങനെയുള്ള ഒരു സോളിഡാണ്? നമ്മൾ പഠിച്ചില്ലായിരുന്ന മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, കൊവാലൻറ്റ് സോളിഡ്സ്, അങ്ങനെ പഠിച്ചത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് നമുക്കറിയാം മണലാണ്, അല്ലെങ്കിൽ മണ്ണ്, അല്ലെങ്കിൽ കോട്ട്സൊക്കെയാണ്. അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? കൊവാലൻ്റ് നെറ്റ്വർക്കാണ്. കാരണം കൊവാലൻ്റ് സോളിഡ്സിന് എക്സാമ്പിളാണ്. ഐസ് ഒരു മോളിക്കുലർ സോളിഡാണ്, കാരണം അതിലെന്താണ്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡാണ്, ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട്. ഇനി സിങ്ക് ഓക്സൈഡ് ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്, വൈ? എന്തുകൊണ്ടാണ് സിങ്ക് ഓക്സൈഡ് യെല്ലോ കളറായി മാറുന്നത്? ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. ഒരു കാറ്റയോൺ എക്സ്ട്രാ ആയിട്ടുണ്ട്, അത് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്നതാണ്. അതിനോടൊപ്പം അതിൽ എന്തുണ്ടാവും? ഇൻഡസ്ട്രീഷ്യൽ ഇലക്ട്രോണും ഉണ്ടാവും. എങ്ങനെയാണ് ഈ എക്സസ് ആയത് മെറ്റൽ? എങ്ങനെയാണ് ഇലക്ട്രോൺ ഉണ്ടായത്? അപ്പോൾ അത് നമ്മൾ പറയുന്നത് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് അയോൺസും ഓക്സിജൻ മോളിക്യൂൾസും ഉണ്ടാവും, അതിനോടൊപ്പം ഇലക്ട്രോൺസും. ഓക്സിജൻ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യും. സിങ്ക് ഓക്സൈഡ് crystals are heated, a part of crystal decomposed and loses oxygen. ഓക്സിജൻ എസ്കേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലൂസ് ചെയ്ത് പോകും. The zinc 2+ ions now move to interstitial sites and the electrons to neighboring interstitial sites. ഈ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണമാണ് ഇതിന് എന്ത് കളറുള്ളത്? യെല്ലോ കളറുള്ളത്. ഇവിടെ തന്നെ നമ്മൾ മറ്റൊരു ടൈപ്പ് പഠിച്ചു, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഏത് വേക്കൻസി? ആനിയോൺ വേക്കൻസി പഠിച്ചു. അവിടെ എഫ് സെൻറ്റർ ആണ്. അതിന് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഷോസ് യെല്ലോ കളർ crystals when it is heated in presence of excess sodium vapors. Lithium chloride turns pink in presence of excess lithium ions. അവിടെ വരുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ആണ്. ആൻഡ് ആനിയോൺ വേക്കൻസി ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ് കോൾഡ് എഫ് സെൻറ്റേഴ്സ്. അപ്പോൾ അവിടുത്തെ കാര്യം എക്സ്ട്രാ കാറ്റയോൺ ഉണ്ട്, ബട്ട് അതെങ്ങനെയല്ല, ആനിയോൺസിൻ്റെ ഷോർട്ടേജ് ആണ്, കാരണം എക്സസ് സോഡിയം അല്ലെങ്കിൽ എക്സസ് പൊട്ടാസ്യത്തിൻ്റെ പ്രസൻസിൽ ആയതുകൊണ്ട്. പിന്നെ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ടൈപ്സ് ഓഫ് സോളിഡ്സിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസം. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിലേതെങ്കിലും 2 എക്സാമ്പിളെങ്കിലും 2 ഡിഫറൻസ് എങ്കിലും എഴുതുക. ഷോർട്ട് കീ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് മിസ്സിംഗ്. ഫ്രങ്കൽ സം അയോൺസ്, എസ്പെഷ്യലി ഏത് അയോണാണ്? കാറ്റയോൺ, അത് സ്മോളർ ആണ്. ആൻഡ് ഇറ്റ് മൂവ്സ് ഫ്രം ദി ഒറിജിനൽ സൈറ്റ് ആൻഡ് അപ്പിയർ ഇൻ ദി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സ്.
പിന്നെ ഡെൻസിറ്റി ലോവർ ചെയ്യുന്നത് ഷോർട്ട് കീയിലാണ്, ഫ്രങ്കലിൽ ഡെൻസിറ്റി കൂടും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിലും ഡെൻസിറ്റി വ്യത്യാസം ആർക്കാ ഉള്ളത്? ഷോർട്ട് കീക്കാണുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെന്ത് കാണിക്കും? കണ്ടക്ഷൻ കൂടുതൽ കാണിക്കാറും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ഗോ ത്രൂ ചെയ്യുക. അതിനോടൊപ്പം ഞാൻ പാസ് പേപ്പർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നോട്ട്സ് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. അതും നന്നായിട്ട് നോക്കണം. താങ്ക് യു.